അമ്മ വീണ്ടും കലാപഭൂമിയായി മാറുന്നു. പ്രസിഡന്റായ ശ്വേതാ മേനോനെതിരെ ഗുരുതര ആരോപണങ്ങൾ. സംഘടനയെ ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തിക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തിയെന്ന ആരോപണം മുതൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ. അൻസിബ, മാല പാർവതി, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവർ ശ്വേതാ മേനോന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞ് കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത്. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ വീണ്ടും വലിയ വിവാദങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും നടുവിലേക്കാണ് നീങ്ങുന്നത്. സംഘടനയിലെ അധികാര പോരാട്ടം ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്കും പരസ്യ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. സംഘടനയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട്, സ്പോൺസർഷിപ്പ് തട്ടിപ്പ്, സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആരോപണങ്ങൾ നിലവിൽ ആരോപണങ്ങൾ മാത്രമാണ് എന്നതാണ്. ഇതു സംബന്ധിച്ച് കോടതിയോ അന്വേഷണ ഏജൻസികളോ ഇതുവരെ കുറ്റം സ്ഥിരീകരിച്ചിട്ടില്ല. ശ്വേതാ മേനോന്റെ ഭാഗത്തു നിന്നുള്ള വിശദമായ പ്രതികരണവും ഇനിയും പുറത്തു വരാനുമുണ്ട്. സംഘടനയെ ബി.ജെ.പി. പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്വേതാ മേനോൻ അണിയറ നീക്കങ്ങൾ നടത്തിയെന്നാണ് ഏറ്റവും പുതിയ ആരോപണം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി സിനിമാ താരങ്ങളെ മത്സരിപ്പിക്കുന്നതിനായി 2 കോടി രൂപ ശ്വേതാ മേനോൻ കൈപ്പറ്റിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കൂടാതെ അദാനി ഗ്രൂപ്പിൽ നിന്ന് അമ്മയുടെ പേരിൽ 15 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് സമാഹരിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട്. ഇതോടൊപ്പം ദല്ലാൽ നന്ദകുമാർ മുഖേന ലഭിച്ച 1 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കരാർ പിന്നീട് 75 ലക്ഷം രൂപയായി രേഖപ്പെടുത്തിയെന്നും ബാക്കി 25 ലക്ഷം രൂപ എവിടെയായി എന്ന ചോദ്യവും സംഘടനയിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ അമ്മയ്ക്കുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. ഇതിനിടെയാണ് മറ്റൊരു നിർണായക സംഭവം നടന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാനായിരുന്ന നടനും MLA-യുമായ രമേശ് പിഷാരടി സ്ഥാനമൊഴിഞ്ഞു. ശ്വേതാ മേനോൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ച എറണാകുളം മുൻസിഫ് കോടതി അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇടക്കാല വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. പിഷാരടിക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കേസ് ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കും. ഈ കോടതി ഉത്തരവിന് പിന്നാലെയാണ് രമേശ് പിഷാരടി അഡ്ഹോക്ക് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പിന്മാറിയത്. ഇതോടെ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കാനുള്ള നടപടികളും അനിശ്ചിതത്വത്തിലായി. ഈ വിവാദങ്ങളുടെ തുടക്കം സംഘടനയിലെ മുൻ ഭരണസമിതി കൂട്ടരാജി പ്രഖ്യാപിച്ചതോടെയാണ്. സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായ കലാപങ്ങൾക്ക് പിന്നാലെ ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ രാജിവെച്ചു. തുടർന്ന് സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയായിരുന്നു. പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ നിയമസാധുത തന്നെ ചോദ്യം ചെയ്ത ശ്വേതാ മേനോൻ കോടതിയെ സമീപിച്ചത്. അമ്മയുടെ ബൈലോയിൽ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന സംവിധാനമില്ലെന്നും അതിനാൽ തന്നെ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്വേതാ മേനോൻ നിയമ പോരാട്ടം ആരംഭിച്ചത്. ഈ വാദം പരിഗണിച്ചാണ് കോടതി താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനിടെ ജനറൽ ബോഡി യോഗത്തിൽ തനിക്ക് നേരെ അപമാനകരവും അശ്ലീലവുമായ പരാമർശങ്ങൾ ഉണ്ടായതായി ശ്വേതാ മേനോൻ ആരോപിച്ചു. ഫോൺ മുഖേന രമേശ് പിഷാരടിയോട് ഇക്കാര്യങ്ങൾ പങ്കുവച്ചതായും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബുരാജും സിദ്ദീഖും നടത്തിയ പരാമർശങ്ങൾ മറ്റൊരു സ്ത്രീക്കും കേട്ടുനിൽക്കാൻ കഴിയുന്നതല്ലെന്നും സ്ത്രീകൾക്ക് ശബ്ദമുയർത്താൻ പോലും കഴിയാത്ത സ്ഥാപനമായി അമ്മ മാറിയെന്നും ശ്വേതാ മേനോൻ ആരോപിച്ചു. മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു നിയമവും സ്ത്രീ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മറ്റൊരു നിയമവുമാണോ നടപ്പാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ശ്വേതാ മേനോന്റെ വിമർശനം. സംഘടനയിൽ നിന്ന് രാജിവെക്കില്ലെന്നും നിയമപരമായി പോരാടുമെന്നും വ്യക്തമാക്കിയ ഫേസ്ബുക്ക് കുറിപ്പും അവർ പങ്കുവച്ചിരുന്നു. എന്നാൽ ശ്വേതാ മേനോന്റെ ഈ നിലപാടുകളെ ശക്തമായി എതിർത്തുകൊണ്ടാണ് നടിമാരായ അൻസിബ ഹസൻ, മാല പാർവതി, മായ വിശ്വനാഥ്, ഉഷ ഹസീന എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത്. ശ്വേതാ മേനോൻ അമ്മയെ രാഷ്ട്രീയമായി ബി.ജെ.പി. അനുകൂല നിലപാടിലേക്ക് നയിക്കാൻ ശ്രമിച്ചുവെന്നും അതിനായി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നുമാണ് ഇവരുടെ ആരോപണം. ഉഷ ഹസീനയുടെ ആരോപണമനുസരിച്ച് തുടക്കം മുതൽ അൻസിബയെ സംഘടനയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. അനൂപ് ചന്ദ്രൻ അൻസിബയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ തയ്യാറാക്കിയപ്പോഴും ശ്വേതാ മേനോൻ അതിനെ പിന്തുണച്ചുവെന്നാണ് ആരോപണം.
അദാനി ഗ്രൂപ്പിൽ നിന്ന് അമ്മയ്ക്ക് 15 കോടി രൂപ ലഭിക്കുമെന്ന് BJP നേതാവ് പത്മജ എസ് മേനോൻ പറഞ്ഞിരുന്നുവെന്നും ആ പണം ലഭിക്കാൻ ശ്വേതാ മേനോൻ ഇടപെടുമെന്നും പറഞ്ഞതായി ഉഷ ഹസീന ആരോപിച്ചു. ഇതേ വിഷയത്തിൽ പ്രതികരിച്ച മാലാ പാർവതി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കോടികൾ സംഘടനയ്ക്ക് ആവശ്യമില്ലെന്നും അമ്മയിൽ അംഗമല്ലാത്ത ഒരു BJP നേതാവ് സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ അറിയുന്നു എന്ന ചോദ്യവും ഉയർത്തി. സംഘടനയ്ക്കുള്ളിൽ മതപരമായ ധ്രുവീകരണ ശ്രമങ്ങൾ നടന്നുവെന്നും അത്തരം നീക്കങ്ങൾ തടയാനാണ് തങ്ങൾ രംഗത്ത് വന്നതെന്നും മാലാ പാർവതി വ്യക്തമാക്കി. രാഷ്ട്രീയത്തോട് എതിർപ്പില്ലെങ്കിലും സംഘടനയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ദല്ലാൽ നന്ദകുമാർ മുഖേന ലഭിച്ച സ്പോൺസർഷിപ്പ് തുകയെക്കുറിച്ചും അൻസിബ ഹസൻ വിശദീകരണം ആവശ്യപ്പെട്ടു. ആദ്യം 1 കോടി രൂപ നൽകാമെന്നായിരുന്നു ധാരണ. പിന്നീട് കരാറിൽ അത് 75 ലക്ഷം രൂപയായി മാറി. ബാക്കി 25 ലക്ഷം രൂപ എവിടെയെന്ന് അറിയില്ലെന്നാണ് അവർ പറഞ്ഞത്. ഈ വിഷയത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് വിളിച്ചിരുന്നുവെന്നും എന്നിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ലെന്നും അൻസിബ ആരോപിച്ചു. അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ശ്രമമാണ് ശ്വേതാ മേനോനും കൂട്ടരും നടത്തുന്നതെന്നും അവർ പിന്മാറിയില്ലെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ അമ്മ ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും ഉഷ ഹസീന മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ മറ്റൊരു വിവാദവും അൻസിബ പുറത്തുവിട്ടു. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ രമേശ് പിഷാരടി തന്നെ മാപ്പ് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ പിന്നീട് ഇത് തെറ്റായ വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞ് അവർ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട സംഭവവും അൻസിബ വിമർശിച്ചു. വ്യക്തിപരമായ ഫോൺ സംഭാഷണം അനുമതിയില്ലാതെ പുറത്തുവിടുന്നത് ഇന്ത്യയിലെ IT നിയമപ്രകാരം ഗുരുതര വിഷയമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അഡ്ഹോക്ക് കമ്മിറ്റിയായി തുടരാൻ സാധിച്ചപ്പോൾ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് അതിന് സാധിക്കാതിരുന്നതിന്റെ കാരണവും അൻസിബ വിശദീകരിച്ചു. മോഹൻലാലിന്റെ കാലത്ത് ജനറൽ ബോഡി ചേരാൻ മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നതിനാലാണ് അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചതെന്നും ആ കമ്മിറ്റിക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ സാമ്പത്തിക റിപ്പോർട്ട് ജനറൽ ബോഡി അംഗീകരിച്ചില്ലെന്നും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതേ കമ്മിറ്റിയെ വീണ്ടും അഡ്ഹോക്ക് കമ്മിറ്റിയാക്കാൻ കഴിയില്ലെന്നുമാണ് അൻസിബയുടെ വിശദീകരണം. ഇതോടെ അമ്മയിലെ പ്രതിസന്ധി പുതിയ തലത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ, സാമ്പത്തിക ക്രമക്കേട്, നിയമ പോരാട്ടം, സ്ത്രീ സുരക്ഷ, സംഘടനയുടെ ഭരണഘടനാ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഒരേ സമയം ഉയർന്നിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ആരോപണങ്ങൾക്കൊന്നും ഇതുവരെ ഔദ്യോഗിക അന്വേഷണത്തിലൂടെ സ്ഥിരീകരണമില്ല. ശ്വേതാ മേനോന്റെ ഭാഗത്തു നിന്നുള്ള സമഗ്രമായ മറുപടിയും അന്വേഷണ ഫലങ്ങളും വരും ദിവസങ്ങളിൽ നിർണായകമാകും. കോടതി നടപടികളും സംഘടനയുടെ ആഭ്യന്തര തീരുമാനങ്ങളും ഇനി അമ്മയുടെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നതാണ് നിലവിലെ സാഹചര്യം.